ഇബ്ലീസുൽ ലഈനും മരണപ്പെട്ടിട്ടില്ല, ഇബ്ലീസുൽ ലഈനും മരിച്ചിട്ടില്ല. അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് ഇബ്ലീസിന്റെ റൂഹിനെ പിടിക്കണമെന്ന് അല്ലാഹുവിന്റെ ഓർഡറാ. എന്നിട്ട് അല്ലാഹു അസ്റായീലിനോട് പറയും, വൽയകും മഅക 70000 മലക്കിൻ മിനസ് സബാനിയ, 70,000 മലക്കുകൾ, സബാനിയ മലക്കുകൾ ഉണ്ടല്ലോ, നരകത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലായികച്ചീങ്ങള്, അവരെയും കൂടി കൂട്ടിയിട്ട് പോകണോ, അവരെയും നിന്റെ കൂടെ നീ കൂട്ടിയിട്ട് പോകണോ. എന്നിട്ട് അവന്റെ റൂഹ് പിടിക്കണം. അവൻ സമുദ്രത്തിൽ മുങ്ങാൻ നോക്കും, പക്ഷേ അവന് കഴിയൂല. പറക്കാൻ നോക്കും, പക്ഷേ കഴിയൂല. എവിടെ നോക്കിയാലും അസ്റായീൽ അലൈഹിസ്സലാമിനെ അവനെ കാണാൻ കഴിയും. എന്നിട്ടല്ല പറയാ, ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മരണവേദന അവനെ രുചിപ്പിച്ചുകൊണ്ട് നീ ഇബ്ലീസിന്റെ റൂഹിനെ പിടിക്കണം. ഇതുവരെ ലോകത്തൊരാളും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മരണവേദന. അങ്ങനെ ഒരു മരണവേദനയാണ് അവനിൽ നിന്നും ഉണ്ടാകേണ്ടത്, അവൻ അനുഭവിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഇനി പ്രഗൽഭരായ മുഖറബീങ്ങളായ അംലാക്കുകൾ മാത്രം ബാക്കി. അങ്ങനെ ഇബ്ലീസിന്റെ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ, സയ്യിദുനാ ഇസ്രാഫീൽ, സയ്യിദുനാ അസ്റായീൽ, അവരുടെ മാത്രം റൂഹാണ് ഇനി പിടിക്കാൻ ബാക്കിയുള്ളത്. അവരോരോരുത്തരുടെയും റൂഹിനെ അല്ലാഹു തആല പിടിക്കാൻ ഓർഡർ കൊടുക്കുകയാ. എല്ലാവരും ഇതും പിടിക്കും, സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം തന്നെ. എന്നിട്ടോ അവസാനം സംഭവിക്കുന്നത്, ബാക്കിയാകുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു കൽപ്പന അങ്ങ് വരികയാ, യാ അസ്റായീൽ, നിന്റെ റൂഹ് നീ തന്നെ പിടിക്കുക എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും ഓർഡർ വരുമ്പോ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം തന്റെ റൂഹ് താൻ തന്നെ പിടിച്ച് ഈ ലോകത്ത് നിന്നും ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും എല്ലാവരും മരണപ്പെട്ടു പോയി. എല്ലാവരും ഇവിടുന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന് പറയാം. ഇനി ഇവിടെ ഉള്ളത് ആരാണ്? അല്ലാഹ് മാത്രമാണ്. അതാണ് ഖുർആനിൽ സൂറത്തുർ റഹ്മാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ദുനിയാവിലുള്ള എല്ലാം നശിക്കും, എല്ലാവരും നശിക്കും. ഇനി ഒന്നുമില്ലല്ലോ, എല്ലാം അങ്ങ് നശിച്ചു പോയി. ഇനി ദുനിയാവ് എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ആരും തന്നെ ബാക്കി നിൽക്കുന്നില്ല. ജിന്നുകളില്ല, ഇൻസുകളില്ല, മലായികച്ചീങ്ങളില്ല, സസ്യങ്ങളില്ല, ഒന്നുമില്ല. ചരാചരങ്ങൾ ഏതുമില്ല, മൃഗങ്ങളില്ല, പാറ്റകളില്ല, ഒന്നുമില്ല. എല്ലാം അങ്ങ് മരണപ്പെട്ടു പോയി, എല്ലാം നശിച്ചു പോയി. ഭൂമി ഇങ്ങനെ ഒറ്റക്ക് കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 40 കൊല്ലക്കാലം അങ്ങനെ തന്നെ സ്ഥിതി തുടരുമെന്ന്, ആ സ്റ്റാറ്റസ് കോ 40 വർഷം തുടരുമെന്ന് ഷഫീഉനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അങ്ങനെ ഒരു 40 കൊല്ലം നമ്മുടെ ഭൂമിയുടെ അവസ്ഥ കാലിയായി നിൽക്കുന്ന ഭൂമി. ആകാശ ഭൂമികളിലേക്ക് നോക്കി റബ്ബുനാ ജല്ല ജലാലു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിനോട് മുഴുവനായും അള്ളാന്റെ ഒരു ചോദ്യം, കിടുകിട വിറപ്പിക്കുന്ന ചോദ്യം. എല്ലാ ധിക്കാരികൾക്കും അവരുടെ അണ്ണാക്കിൽ കൊള്ളാൻ മാത്രം വലിയ ചോദ്യം. പക്ഷെ ആരും ഇവിടെ കേൾക്കാനില്ല എന്നത് പരമാർത്ഥം. ഭൂമി മാത്രമേ കേൾക്കാനുള്ളൂ, ആകാശം മാത്രമേ ഉള്ളൂ. എന്താ അള്ളാന്റെ ചോദ്യം? അള്ളാന്റെ ചോദ്യം ഇതാ, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ ദിവസം ആർക്കാണ് ഇവിടെ അധികാരം? ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരം? ഇന്നത്തെ ഈ ദിവസം ഇവിടെ ആർക്കാണ് അധികാരം? അല്ലാഹുവാണ് ചോദിക്കുന്നത്. ഇതിന് മറുപടി പറയുന്നതും അല്ലാഹുവാണ്. അല്ലാഹു തആല മറുപടി കൊടുക്കുന്നുണ്ട്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അടക്കി ഭരിക്കുന്ന ജബ്ബാറായ ഖഹാറായ അല്ലാഹുക്കല്ലാതെ ഈ ദുനിയാവിൽ ഇന്ന് ആർക്കാണ് അധികാരം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹു, ആര് തന്നെ പറഞ്ഞിട്ടും കേൾക്കാത്ത ധിക്കാരി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
ഇറാഖിന്റെ ഭരണം നടക്കുന്ന സമയത്ത് സദാം ഹുസൈനെ ഇവിടുന്ന് ഇംപീച്ച്മെന്റ് ചെയ്യണം, ഉന്മൂലനം ചെയ്യണമെന്ന് കരുതി ബുഷ് രംഗത്ത് വന്നതും അങ്ങനെയായിരുന്നു. ഹിറ്റ്ലർ ഉണ്ട് ഇവിടെ, മുസോളിനി ഉണ്ട് ഇവിടെ, നമ്രൂദ് ഉണ്ട് ഇവിടെ, ഫിർഔൻ ഉണ്ട് ഇവിടെ, അബൂജാഹിൽ ഉണ്ട് ഇവിടെ. ഇതവരൊക്കെ അടക്കി വാണവരാ. എവിടെ പോയി എല്ലാവരും? അള്ളാന്റെ ആ ഒരു ശക്തമായ ചോദ്യം അവരും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാ. ലിമനിൽ മുൽക്കുലിയും, ആർക്കാണോ ഇന്നത്തെ അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അടക്കി ഭരിക്കുന്ന ജല്ല ജലാലുവായ റബ്ബിനല്ലാണ്ട്. അനൽ ജബ്ബാർ, അല്ല പറയാം, ഞാനല്ല ജബ്ബാറായ അല്ലാഹ്, എനിക്കല്ലാണ്ട് ഇന്ന് ആർക്കാണോ അധികാരം എന്ന് അല്ലാഹു തആല ചോദിക്കും എന്ന് പരിശുദ്ധ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇനിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി രണ്ടാമത് എല്ലാവരെയും പുനർജനിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. അപ്പോ ഈ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടുകയാ. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എവിടെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഈ വിചാരണ എന്നുള്ള വാക്ക് ഇങ്ങനെ ഉരുവിടുമ്പോ പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ അതിന് വലിയ സ്ഥാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥനയിലും നമ്മുടെ സ്വകാര്യമായ ദുആകളിലും എല്ലാവരും പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ മനസ്സിലാക്കുന്നുണ്ടാകും കൃത്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ കുരുതി ചെയ്യപ്പെടുന്നത് കാണുമ്പോ അഭയാർത്ഥികളായിട്ട് അഭയ കേന്ദ്രങ്ങളിൽ പ്രാപിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും ഒരു സ്വൈര്യവുമില്ലാതെ, ഒരു സ്വസ്ഥതയുമില്ലാതെ വല്ലാത്ത ക്രൂരമായ വിനോദമാണ് അവരുടെ മുഹ്തലീങ്ങളായ അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുയുടെ സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ എന്ന് നമുക്ക് സന്ദർഭം ഇന്ന് ദുആ ചെയ്യാം. യാസിർ അറഫാത്ത് അദ്ദേഹം തന്റെ യുഎൻഒയിലെ പ്രഭാഷണവും മറ്റ് ഇങ്ങനെയുള്ള കാര്യപ്പെട്ട വേദികളിലെല്ലാം അഭിസംബോധന ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോ ആദ്യമായിട്ട് അദ്ദേഹം ആളുകളെ അഭിമുഖീകരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നഹ്നു അഹ്ലുൽ മഹ്ശരി വൽ മൻശർ. നഹ്നു അഹ്ലുൽ മഹ്ശരി വൽ മൻശർ, ഞങ്ങളാണ് നാളത്തെ മഹ്ശറിന്റെ മണ്ണിന്റെ ആളുകൾ. അപ്പൊ എവിടെയാണ് നാളത്തെ മഹ്ശർ? നാളത്തെ നമ്മുടെയും എല്ലാവരുടെയും മഹ്ശറ എന്ന് പറയുന്നത് ഫലസ്തീനിലാണ്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും അത് ശൂന്യാകാശത്തിലോ മറ്റോ അല്ല, ഫലസ്തീനിന്റെ മണ്ണിലാണ് നമ്മുടെ മഹ്ശർ, നമുക്ക് നാളെ വരാനിരിക്കുന്ന മഹ്ശർ. ആ മഹ്ശറിന്റെ മണ്ണാണ് ഇപ്പോ രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കുരുതിക്കളമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും അവിടെ പിടിച്ചടക്കലും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2 തവണ ഇസ്ലാമിക ഭരണാധികാരികളായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വലാഹുദ്ദീൻ അയ്യൂബിയും ഒരു രക്ത ചൊരിച്ചില് പോലുമില്ലാതെ സുന്ദരമായി ആ മണ്ണ് സ്വന്തമാക്കിയിട്ടുണ്ട്. അധിനിവേശ ശക്തികൾ അങ്ങനെയല്ല ചെയ്യുന്നത് എന്നത് ഒരു പരമാർത്ഥമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായാലും നമ്മുടെ വിഷയം മാറണ്ട. നമ്മുടെ വിഷയം മഹ്ശർ എന്ന് പറയുന്നത് അത് ഫലസ്തീനിന്റെ മണ്ണാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ കോലമങ്ങ് മാറ്റിക്കളയുമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാ. എന്താണ് ഈ കോലം മാറ്റൽ? എന്താണ് ഈ തബ്ദീൽ? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ സയ്യിദുൽ മുഫസ്സിരീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅവീൽ, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് എന്ന മുത്തായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച ആളല്ലേ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഇതിനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം എന്താ? ഭൂമിയിൽ ആകാശവും ഭൂമിയും ചില ഭാഗങ്ങൾ ചുരുക്കപ്പെടും, ചില ഭാഗങ്ങൾ നീട്ടപ്പെടും. അന്ന് മരങ്ങൾ ഉണ്ടാവുകയില്ല, സമുദ്രങ്ങൾ ഉണ്ടാവുകയില്ല, അരുവികൾ ഉണ്ടാവുകയില്ല, കനാലുകൾ ഉണ്ടാവുകയില്ല. വെളുത്ത നിറമായിരിക്കും അന്ന് ഈ ഭൂമിക്കുണ്ടാവുക. ഹറാമായ രക്തം ചിന്തപ്പെട്ട ഭൂമിയാവുകയില്ല ആ സമയത്ത് ഭൂമി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, സൂറത്തു ത്വാഹാ, ഫയദറുഹാ ഖഅൻ
സ്വഫ്സഫാ ലാ തറാ ഫീഹാ ഇവജം വലാ അംതാ. ഒരിക്കലും കയറ്റ ഇറക്കങ്ങളില്ലാതെ, ജംഗ്ഷനുകളില്ലാതെ അതൊരു പരന്ന ഭൂമിയായി അല്ലാഹു മഹ്ശറിനും വേണ്ടിയിട്ട് ഫലസ്തീനിന്റെ മണ്ണിനെ അല്ലാഹു കൃത്യമായും സംവിധാനിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ഹിസാബ് നമുക്ക് റാഹത്തിലും സന്തോഷത്തിലും എളുപ്പത്തിലുമാക്കി തരുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പുനർജന്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 40 വർഷം അതിന് മുമ്പുള്ള സ്റ്റാറ്റസ് കോ നിലനിൽക്കുമെന്ന്. അങ്ങനെ എല്ലാവരും പുനർജന്മത്തിന് വേണ്ടി ആ ഭൂമിയിലെ ഇതേ മണ്ണിൽ നിന്ന് തന്നെ പുനർജനിക്കുന്ന രംഗമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനാദ്യമായി അല്ലാഹു തആല തീരുമാനിക്കുന്നത് 40 കൊല്ലക്കാലം ഭൂമിയിലേക്ക് അല്ലാഹു തആല മഴ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് മുത്തൊളി മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോളൂ, സയ്യിദുനാ മുത്തൊളി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, പുതിയ ഭൂമിയിലേക്ക്. ഏത് ഭൂമി? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി എന്ന് പറഞ്ഞ മഴന്റെ പേര് ഹയവാൻ മഴ. ഹയവാൻ മഴ, ജീവാമൃത്, ജീവാമൃത്, ജീവന്റെ അമൃത് തുടിക്കുന്ന മഴ. അങ്ങനെ 40 കൊല്ലം ഭൂമിയിൽ മഴ പെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 40 കൊല്ലത്തെ മഴയങ്ങ് പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തുടിപ്പിന് വേണ്ടി ഒരു കിളിർപ്പ്, അല്ലെ ഒരു കിളിർക്കൽ അവിടെ അല്ലാഹു തആല ചെയ്തു വെച്ചിട്ടുണ്ടാകുമെന്ന. ആ മണ്ണിൽ നമ്മളൊക്കെ ലയിച്ചിട്ടുണ്ടാവില്ലേ? ശരിയാണ്. അല്ലാഹു തആല കദർ പുനർജനിപ്പിക്കാൻ യാതൊരു പണിയുമില്ല. മണ്ണല്ലേ, നമ്മളും പടക്കപ്പെട്ടത് മണ്ണെന്നല്ലേ. അതിൽ ജീവന്റെ തുടിപ്പ്, വാൽക്കുറ്റിയിൽ അല്ലാഹു തആല ഒരു കിളിർത്ത്, ജീവൻ കിളിർത്തു വരാൻ കാരണമാകുന്ന ആ തുടിപ്പ് മഴയിലൂടെ, ഈ 40 കൊല്ലം ചൊരിഞ്ഞ മഴയിലൂടെ, ഹയവാൻ എന്നാണ് മഴന്റെ പേര്. ജീവന്റെ തുടിപ്പുള്ള ജീവ ഉണ്ടാവുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹോടുകൂടി ആദ്യമായി പുനർജനിപ്പിക്കപ്പെടുന്നത് കറൂബിയീൻ എന്ന മലായികത്തീങ്ങളാണ് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സുബ്ഹാനഹു വ തആലയുടെ ഓഫീസിലിരിക്കുന്ന മലായികത്തീങ്ങൾ ഉണ്ടല്ലോ, ആ മലായികത്തിന്റെ പേരാണ് അൽ മലായികത്തുൽ മുഖറബീൻ. അൽ മലായികത്തിലുള്ള മലായികത്തീങ്ങൾ അവരാരാ? അവർ അല്ലാഹുവിന്റെ അർശിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാ. വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മലായികത്തുകൾ ആവാം അവർ ഒരുപക്ഷേ. ഏതായാലും ഈ മലായികത്തുകൾ അല്ലാഹു തആല അങ്ങ് പുനർജനിപ്പിക്കുകയാ. മലക്കുകളെ നേരിട്ട് തന്നെ അല്ലാഹു പുനർജനിപ്പിക്കും. ഈ മലക്കുകളെ പുനർജനിപ്പിക്കാൻ പ്രത്യേകമായ കണ്ടീഷൻ ഒന്നുമില്ല, അല്ലാഹു അവരങ്ങ് പുനർജനിപ്പിക്കുമെന്ന. കാരണം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണ്, അല്ലാഹു ചെയ്യിപ്പിക്കുകയാണ്. ഇവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അൽ മലായികത്തുൽ കറൂബിയൂൻ. അല്ലാഹുക്ക് പല മലായികത്തുകളുണ്ട്. ഞാൻ സന്ദർഭോചിതം പറയാം. അപ്പൊ നമ്മൾ പറയുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്രാഫീൽ, സയ്യിദുനാ ഇസ്രായേൽ എന്നൊക്കെ പറയുമ്പോഴും അഷ്റഫുൽ ഖൽഖ് നബിയുനാ, ശരിക്കും ശ്രദ്ധിക്കണേ, അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് റസൂലുള്ളാഹിയുടെ ഖാദിമീങ്ങളാണ്. ഇവരെല്ലാവരും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം. നമ്മൾ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ ആ വലിയ ടീമിന്റെ നേതൃത്വം നൽകുന്ന മലായികത്തിന്റെ ഏറ്റവും അപ്പോസ്തലനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുമ്പോഴും അതിന്റെയും അപ്പുറത്തേക്ക് മലായികത്തീങ്ങളുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റൂല. എവിടെ? അതിനപ്പുറത്തേക്ക് മലായികത്തീങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് അർപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സംദർഭമില്ലേ? ഉസ്ജുദു ലി ആദമ ഫസജദൽ മലായികതു എന്ന് പറഞ്ഞ സംഭവമില്ലേ പരിശുദ്ധ ഖുർആനിൽ? സന്ദർഭോചിതം പഠിക്കാൻ വേണ്ടിയിട്ട് പറയാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ. നോക്കൂ നിങ്ങൾ, ഈ ഒരു പ്രസ്താവനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസജദൽ മലായിക, മലായികത്തീങ്ങൾ മൊത്തത്തിൽ സുജൂദ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ബക്കറ്റ് കളക്ഷൻ നടക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. നമ്മുടെ സദസ്സ് ഇൻഷാ അല്ലാഹ് കൃത്യസമയം പാലിക്കും. കൃത്യസമയം നടക്കരുത്. അതിനൊരു നിലക്കും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. 9:45 ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി അവസാനിച്ച് 10 മണിയോട് കൂടി ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല നാഫിയ ഇൽമ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കാരണം കൃത്യസമയം പാലിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ആരംഭിച്ചത്, അത് അവസാനിപ്പിക്കുന്നതും അങ്ങനെയാകണമെന്ന നിർബന്ധം നമുക്കുണ്ട്. പറയട്ടെ, ഫസജദൽ മലായിക, മലായികത്ത് മൊത്തത്തിൽ സുജൂദ് ചെയ്തു എന്ന് പറയുന്നു. ശരിയാണ്. എല്ലാ മലായികത്തും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവോ? ഇല്ല. ഇനി നോക്കൂ നിങ്ങൾ, അവിടെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ഒക്കെ സുജൂദ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലർ അതിൽ പെട്ടിട്ടില്ല. അവർ ഒരു പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ ഇതിനേക്കാൾ സ്ഥാനത്തിലുള്ളവരാ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാളും സ്ഥാനമുള്ളവരുണ്ടോ? ഉണ്ടാവാം.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അപ്പുറവും പ്രപഞ്ചമുണ്ടല്ലോ. സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുന്ന ഒരു പോയിന്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ മിഅ്റാജിന് പുണ്യനബി തങ്ങൾ പോയി ഒരു പ്രത്യേകമായ സ്ഥലത്ത് ഒരു പോയിന്റിൽ എത്തിയപ്പോ ഇവിടുന്ന് എങ്ങോട്ട് കടക്കാൻ എന്ന് പറഞ്ഞ ആള് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അതിന്റെ അപ്പുറത്തേക്ക് ലോകല്ലേ, അതിന്റെ അപ്പുറത്തേക്കും ലോകമില്ലേ, പുണ്യനബി പോയിട്ടില്ലേ? സ്വലാത്തുല്ലാഹി വസലാമു അല്ലാഹുമ്മ ആമീൻ. ഹബീബ് പോയിട്ടുണ്ടല്ലോ. അപ്പുറത്തും അള്ളാഹുവിന്റെ പ്രപഞ്ചങ്ങളുണ്ട്, വിശാലമായ ഉയർന്ന മലായികത്തീങ്ങളാണ്. അത് ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ട്. അതായത് സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ടീമിനെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ഫസജദൽ മലായിക എന്ന വിഷയം പറഞ്ഞിട്ട് ഇബ്ലീസ് എന്നിട്ടും സുജൂദ് ചെയ്തില്ല എന്ന് പറയുന്ന പരാമർശം അല്ലാഹു നടത്തുന്നുണ്ട്. അവിടെ ഇബ്ലീസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇബ്ലീസേ, നിനക്ക് അഹങ്കാരമായല്ലേടാ? നിനക്ക് കിബർ ഉണ്ടായില്ലേ? നിനക്ക് കിബറല്ലേ വന്നത്? കിബർ ഉണ്ടായോണ്ടല്ലടാ ഈ കുമ്പിടാതിരുന്ന ഈ സുജൂദ് ചെയ്യാതിരുന്നത്? അതോ കുൻത മിനൽ ആലീൻ. അൽ ആലീൻ എന്ന് പറയുന്ന മലായികത്തീങ്ങൾ അല്ലാഹുള്ള മലായികത്തീങ്ങളാ. അൽ ആലീൻ, അൽ മലായികത്തുൽ ആലീൻ. അതിന്റെ അർത്ഥം തന്നെ ഉന്നതർ, സമുന്നതർ, അതിഗംഭീര സ്ഥാനമുള്ളവർ. അൽ മലായികത്തുൽ ആലീൻ. അല്ലാഹ് പറഞ്ഞാണേ ഖുർആനിൽ കൃത്യ. കുൻത മിനൽ ആലീൻ. അതോ നീ എന്റെ ആലീൻ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് എനിക്ക് മലായികത്തീങ്ങൾക്ക്. ആ മലായികത്തീങ്ങളുടെ ആലീൻ ടീമിൽപ്പെട്ട ആളാണോ? ഓലോട് എന്ത് കൽപ്പന ഇല്ല? സുജൂദ് ചെയ്യാനുള്ള കൽപ്പന ഇല്ല. അത് വേറെ വിഷയം. ആ ടീമിലേറ്റ പെട്ടോ ഈ? അതോ കൽപ്പന വന്നിട്ടും അഹങ്കരിച്ച് സുജൂദ് ചെയ്യാതെ മാറി നിന്നോ നീ? ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വരുന്നത് മലായികത്തീങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ട്. അവരുടെ എണ്ണം ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അള്ളാഹുവിനെ. വിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ മുകളിൽ 7-ാം ആകാശത്ത്. അവിടെ ഒരു വട്ടം ചുറ്റുന്ന മലക്കിന്റെ എണ്ണം, ഒരു തവണ ചുറ്റുന്ന മലക്കിന്റെ എണ്ണം 70,000. ഒരു വട്ടം ചുറ്റിയ മലക്ക് ഖിയാമത്ത് നാൾ വരെ പിന്നെ ചുറ്റൂല എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മലക്കുകളുടെ എണ്ണം എത്രകാരം? ഒരു ദിവസം ചുറ്റുന്ന, ഒരു തവണ ചുറ്റുന്ന മലായികത്തീങ്ങളുടെ എണ്ണം 70,000. ഒരു വട്ടം ചുറ്റിയ മലക്ക് ഖിയാമത്ത് നാൾ വരെ പിന്നെ ചുറ്റൂല. സുബ്ഹാനല്ലാഹ്. ഒരു നിമിഷം പോലും അവിടെ ചുറ്റൽ തീരുന്നില്ല, അവിടെ നിൽക്കണില്ല, ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ താഴെ കഅബാലയത്തിൽ ചുറ്റൽ നടക്കും പോലെ അവിടെയും ചുറ്റൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരാണ് ബൈത്തുൽ മഅ്മൂർ. ഖുർആൻ ശരീഫിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, വൽ ബൈത്തുൽ മഅ്മൂർ വസഖ്ഫിൽ മർഫൂ. അല്ലാഹ്. ഇതൊക്കെ ഗംഭീരമായ അല്ലാഹുവിന്റെ സംവിധാനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, നോക്കൂ നിങ്ങൾ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തീങ്ങളെ ഇനി പുനർജനിപ്പിക്കുകയാണ്. അൽ കറൂബിയീൻ എന്ന മലായികത്തീങ്ങളാണ്. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് അതിന്റെ തുടക്കമെന്നല്ലേ അല്ലാഹുവിന്റെ ചോദ്യം അങ്ങ് വരുന്നു. ലൗഹുൽ മഹ്ഫൂളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഐന ലൗഹുൽ മഹ്ഫൂൾ. എവിടെയാണ് ലൗഹുൽ മഹ്ഫൂൾ? എവിടെയാണ് ലൗഹുൽ മഹ്ഫൂൾ? നല്ല വെളുത്ത മുത്തിനാലുള്ള സൃഷ്ടി, ആകാശഭൂമികൾക്കിടയിൽ ഏതാണ്ട് നീണ്ടു കിടക്കുന്ന പ്രദേശം. 500 കൊല്ലത്തെ വഴി ദൂരമാണ്. ഇതിന്റെ 7 മടങ്ങ് നീളമുള്ള അള്ളാഹുവിന്റെ വലിയ സൃഷ്ടിയാണത്. ഈ ഭൂമിന്റെ 7 മടങ്ങ് വലുപ്പമുള്ള വലിയ സൃഷ്ടിയാണ് ഈ പറയപ്പെട്ട ലൗഹുൽ മഹ്ഫൂൾ. അതൊരു ചെറിയ സാധനം അല്ല. ഈ ലൗഹുൽ മഹ്ഫൂളിന്റെ പ്രത്യേകത മക്തൂബുൻ ഫീഹി മാ ഹുവ ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരേക്കുമുള്ള സകലമാന കാര്യങ്ങളും അല്ലാഹു തആല കൃത്യമായി ഉല്ലേഖനം ചെയ്ത് രേഖപ്പെടുത്തി വെച്ച ആ ഒരു ഫലകത്തിന്റെ പേരാ ലൗഹുൽ മഹ്ഫൂൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ആ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട 4 കിതാബുകൾ, ഏടുകൾ, സകലമാന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ചോദ്യം, എവിടെയാണ് ലൗഹുൽ മഹ്ഫൂൾ? അല്ലാഹു തആല അതങ്ങ് ചോദിക്കുമ്പോ മലക്കുകൾ വിറക്കാൻ തുടങ്ങും. മലക്കുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു. അർശ് എന്ന് പറയുന്നത് മറ്റൊരു സൃഷ്ടിയാണ്, ഒരു മഹാഗോളമാണത്. കുർസി എന്ന് പറയുന്നത് അതിന്റെ ചുവടയാണ്. അതൊക്കെ വലിയ വലിയ ലോകങ്ങളാണ്. നമുക്കതിലേക്കുള്ള ചർച്ച ചുരുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ചോദ്യം അങ്ങ് ചോദിക്കുന്നു. യാ ലൗഹുൽ മഹ്ഫൂൾ. അല്ലാഹു വിളിക്കുകയാ, ഐനൽ അഖ്ദാർ വൽ അഷ്യാ അല്ലതി ഔദഅതുഹാ ഇൻദക്.
ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ സംഗതികൾ എവിടെ? ഞാൻ നിന്നിൽ എഴുതി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ലോ. അള്ളാഹു ഒരു സംവിധാനത്തിന്റെ പിറകിൽ നമ്മളോട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അതെവിടെയാണ് ലൗഹേ? അള്ളാഹു ചോദിക്കുന്നത് ലൗഹിനോടാ. അപ്പോൾ ഈ ലൗഹേ എന്നുള്ള ചോദ്യം ലൗഹിനോട് വരുമ്പോ ലൗഹ് കൃത്യമായിട്ട് മറുപടി റബ്ബിന്റെ മുമ്പിൽ കൊടുക്കും. സല്ലംതുഹാ ഇലാ ഇസ്രാഫീൽ, ഞാൻ ആ സംഗതി മുഴുവൻ ഇസ്രാഫീലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അല്ലാഹുവേ. ആ മറുപടി അങ്ങ് കേൾക്കുമ്പോ അല്ലാഹു ഇസ്രാഫീലിനോട് ചോദിക്കും, ഐന ഇസ്രാഫീൽ യാ കറൂബീൻ, ഇസ്രാഫീൽ എവിടെ? കറൂബീൻ മലക്കുകളെ. അങ്ങനെ ഇസ്രാഫീലിനെ അവർ തപ്പിപ്പിടിക്കും. ഇസ്രാഫീലിനെ തപ്പിപ്പിടിക്കുന്ന ഇസ്രാഫീലിനോട് ചോദിക്കും കാര്യങ്ങൾ. അപ്പൊ സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കും. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരെ മറുപടി കൊടുക്കുന്നത്, അത് ഞാൻ നേരെ അസ്രാഈലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അല്ലാഹുവേ. അപ്പൊ അസ്രാഈലിനോട് ചോദിക്കും അതെവിടെയാണ്? അസ്രാഈൽ പറയും, ഞാനത് മീകാഈലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അല്ലാഹുവേ. മീകാഈലിനോട് ചോദിക്കും, യാ മീകാഈൽ, അതെവിടെയാണ്? നിന്നെ ഏൽപ്പിച്ച അമാനത്ത് എവിടെ? അപ്പോഴാണ് പറയണത്, അത് ഞാൻ നേരെ കൊണ്ടുപോയി ജിബ്രീലിന്റെ കയ്യിൽ കൊടുത്തു അല്ലാ, ജിബ്രീലിന്റെ കയ്യിൽ കൊടുത്തു അല്ലാ. ഇതങ്ങ് കേൾക്കേണ്ട താമസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, യാ ജിബ്രീൽ, നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ എവിടെ? നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ എവിടെ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി അല്ലാഹുവോട്, അല്ലാ, അതിലുള്ള തൗറാത്ത് മൂസ നബിന്റെ കയ്യിലേക്ക് കൊടുത്തു റബ്ബേ, നിന്റെ കൽപ്പന പ്രകാരം. അതിലുള്ള സബൂർ ദാവൂദ് നബിന്റെ കയ്യിൽ ഏൽപ്പിച്ചു റബ്ബേ, അതിലുള്ള ഇൻജീൽ ഈസ നബിന്റെ കയ്യിലും ഏൽപ്പിച്ചു അല്ലാ, അതിലുള്ള ഫുർഖാൻ സയ്യിദുനാ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബ് റസൂലുള്ളാഹിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഏടുകളും റിസാലത്തും വേണ്ട പോലെ നീ പറഞ്ഞ ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ. ഇത്രയും കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഇനി അല്ലാഹുവിന്റെ തീരുമാനമാണ്. എനിക്ക് ആ കാര്യങ്ങൾ കിട്ടണമല്ലോ. അത് ആരുടെ കയ്യിലാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കയ്യിലാണെന്ന് പറയലോടുകൂടി സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫാനെ വിളിച്ചു കൊണ്ടുവരണമെന്ന് അല്ലാഹുവിന്റെ ഓർഡർ വരികയായി. സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുനാ മീകായിൽ അലൈഹി സ്വലാം, സയ്യിദുനാ ഇസ്രാഫീൽ, സയ്യിദുനാ ഇസ്രാഈൽ. ഞാൻ ഇരിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, ഈ അന്ത്യനാളോ, ഈ നേരത്തെ പറഞ്ഞ ഖദറിലുള്ള വിശ്വാസമോ, ഖളായിലുള്ള വിശ്വാസമോ, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈമാൻ കാര്യം, ബാക്കിയുള്ള 4-5 കാര്യങ്ങളോ ഒന്നും ഖിയാമത്തിനാൾ അടക്കമുള്ളത് കുട്ടികൾക്ക് പരിചയമല്ല. അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ അഖീദന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ അഖീദ പിഴക്കാതെ നല്ല നിലക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പൊന്നാര ഹബീബിങ്ങളെ, മഹ്ശർ എവിടെയാണ്? ഫലസ്തീനിന്റെ മണ്ണിൽ. ആ ഫലസ്തീനിന്റെ മണ്ണിലുള്ള മഹ്ശറിന്റെ വിചാരണയുടെ ഹിസാബിന്റെ ആ ഒരു ഗംഭീരമായ ആ ദിവസം വരാനിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പറയാറില്ലേ, മാലികി യൗമിദ്ദീൻ. അവിടെ ദിവസം, ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നല്ല അർത്ഥം. ദീൻ എന്ന് പറഞ്ഞാൽ ജസാ, പ്രതിഫലം എന്ന. പ്രതിഫലം വാങ്ങേണ്ട സ്ഥലവും ദിവസവും അന്ത്യനാളാ. ഇവിടെ നിന്ന് നമ്മൾ പണിയെടുക്കുക, പണിയെടുത്തതിന്റെ കൂലി കിട്ടുക അള്ളാന്റെ അരികിൽ അവിടെ വെച്ചാ. അതുകൊണ്ടാ മാലികി യൗമിദ്ദീൻ എന്ന് പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, ആഫിയത്തോടെ, സിഹത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടെ ഈ ദുനിയാവിൽ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മരണം ഖൈറാകുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ എന്ന് എല്ലാവരും പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിനെ കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹിനെ പുനർജന്മ വേളയിൽ ആദ്യമായിട്ട് അവിടുത്തെ ഖബർ ഷരീഫിൽ നിന്ന്, വിശുദ്ധ മദീന റൗള ഷരീഫിൽ നിന്ന് ആ പച്ചക്കുബയുടെ ചാരെ, ആ പച്ചക്കുബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തൊളി മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ മലായികത്തീങ്ങൾ പോയിട്ട് സുന്ദരമായ സ്വീകരണങ്ങൾ നൽകി. അറൂസുൽ മംലക അല്ലെങ്കിൽ ദുനിയാവിന്റെ ആഖിറത്തിന്റെ മണവാളൻ പരിശുദ്ധ നബിയെ മാഷാ അല്ലാഹ് പുനർജന്മ ആ സ്ഥലത്തേക്ക്, മഹ്ശറിന്റെ ആ ഒരു കൃത്യമായ സെന്റർ പോയിന്റിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന അതിഗംഭീരമായ രംഗത്തെ പറ്റിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. എല്ലാവരും ഒന്ന് ചൊല്ലിയേ, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
അലാ യാസീൻ ഹബീബില്ലാ തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ശ്രദ്ധിക്കണേ. ഇനി ഭൂമിയിലുള്ള ആദ്യത്തെ പുനർജന്മം ആരംഭിക്കുകയാ. ആദ്യത്തെ പുനർജന്മം ആരംഭിക്കുകയാ. പരിശുദ്ധ റസൂല് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അന അവ്വലു മൻ യുൻശഖു അൻഹു ബത്നുൽ അർളി. ഭൂമിയുടെ വയറ് ആദ്യമായി പൊട്ടിപ്പിളരുക എനിക്ക് പുറത്തു വരാൻ വേണ്ടിയാകുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമി ആദ്യമായി പൊട്ടിപ്പിളരുക, മഹ്ശറയിലേക്കുള്ള ആദ്യത്തെ എൻട്രൻസ് എന്റെ ഖബറിൽ നിന്നുള്ള മണ്ണാണ് പുറത്തേക്ക് ആദ്യം വരികയെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ഭൂമി ആദ്യമായി പുനർജന്മത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ആദം നബി അല്ല പുറത്തേക്ക് വരിക, പരിശുദ്ധ നബിയാണ് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അന അവ്വലു മൻ യൻശഖു അൻഹു ബത്നുൽ അർളി. ഭൂമിന്റെ വയറ് ആദ്യമായി പൊട്ടിപ്പിളരുക എനിക്ക് പുറത്ത് വരാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അറം പറ്റിയ വാക്കാണ്. അത് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഓരോരുത്തരോട് ചോദിച്ചില്ലേ, ഇസ്രാഫീൽ എവിടെ, മികായിൽ എവിടെ, ഇസ്രായീൽ എവിടെ, ജിബ്രീൽ എവിടെ? അവസാനം പറഞ്ഞു അലൈഹിമുസ്സലാം, ഞങ്ങൾ അത് മുഹമ്മദ് മുസ്തഫാന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന്. അള്ളാഹിന്റെ ചോദ്യം, എങ്കിൽ മുഹമ്മദ് മുസ്തഫ എവിടെ? മുഹമ്മദ് മുസ്തഫ എവിടെ? അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ്, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴൻ പരിശുദ്ധ നബിയുനാ മുത്തുളി മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തോ ഒരു ബന്ധമാണ് അല്ലാഹും അവന്റെ ഹബീബും. ഇനി നോക്കണേ, പരിശുദ്ധ റസൂലുള്ളാഹിനെ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുവരാൻ മഹ്ശറിന്റെ സെന്റർ പോയിന്റ് ആയ ആ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളി, അവിടെയും ഒരു കാര്യം പറയട്ടെ. ബൈത്തുൽ മുഖദ്ദസ് എന്നും ബൈത്തുൽ മഖ്ദിസ് എന്നും ആ പള്ളിക്ക് പേരുണ്ട്. അവിടെ ജെറൂസലം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ 3 മതങ്ങളുടെയും സംഗമ ഭൂമികയാണ്. അല്ലാഹു തആല ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ്. ഏതാണ് ഈ 3 മതം? സെമിറ്റിക് മതങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായ 3 മതങ്ങളാണ് ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതം എന്ന് പറയുന്നത്. ആരാണ് ജൂതന്മാർ? ജൂതന്മാർ എന്ന് പറഞ്ഞാൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും ശേഷമുള്ള ഈസാ നബിയിലോ മുഹമ്മദ് മുസ്തഫയിലോ വിശ്വസിക്കാത്തവരെ ആണ് ജൂതന്മാർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ആരാണ് ക്രിസ്ത്യാനികൾ? ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും ശേഷമുള്ള മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവരാണ് ക്രിസ്ത്യാനികൾ. എന്നാൽ ആരാണ് മുസ്ലിങ്ങൾ? മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, നമ്മൾ ആദ്യം മുതലുള്ള പ്രവാചകന്മാരെ വിശ്വസിക്കും. എല്ലാ നബിമാരെയും, നൂഹ് നബി മുതൽ സകല പ്രവാചകന്മാരെയും, ആദം നബി മുതൽ എല്ലാവരെയും നമുക്ക് വിശ്വാസമാണ്. അവസാനമായി സയ്യിദുന ഈസാ അലൈഹിസ്സലാമിനെയും തൊട്ടു മുമ്പുള്ള മൂസ നബി അലൈഹിസ്സലാമിനെയും സകലമാന പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ പരിശുദ്ധ ഹബീബ് സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറേ നബി, പരിശുദ്ധ റസൂലാണ്, ഏറ്റവും അവസാനത്തെ പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫയാണ്. ഞങ്ങളുടെ കരളിന്റെ കഷ്ണമാണ്. ഷഹാദത്തിന്റെ 2ാമത്തെ ഭാഗം മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതാണ്. ഇതിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഫലസ്തീനിന്റെ ജെറൂസലം എന്ന് പറയുന്ന പ്രദേശം, അവിടെ 3 മതങ്ങളുടെയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. 3 മതങ്ങൾക്കും പ്രധാനപ്പെട്ട സ്ഥലമോ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? 3 മതങ്ങൾക്കും പ്രധാനപ്പെട്ട സ്ഥലമാണോ ഇന്നത്തെ ജെറൂസലം? ഇന്നത്തെ ഫലസ്തീനിൽ എന്തുകൊണ്ട് പ്രശ്നം നടക്കുന്നു? അവിടെ എന്തുകൊണ്ട് ജൂതർ എന്നും ക്രൈസ്തവർ എന്നും അധിനിവേശ ശക്തികൾ എന്നും മറ്റുമൊക്കെ പറയപ്പെടുന്നു? യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അവിടെ 3 മതങ്ങളുടെയും സംഗമ ഭൂമികയാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പറയുമ്പോൾ നമുക്ക് മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്താണ് അവിടെ എന്ന് നോക്കാം. ഈ ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് ആ പള്ളിക്ക് പേര് പറയുന്നത് സീക്രട്ട് മാസ്ക്, ഏറ്റവും വിശിഷ്ടമായ, അതിഗംഭീരമായ, അതിമഹത്തരമായ പള്ളി എന്നതാണ് ആ പറയപ്പെട്ട മഖ്ദിസ് അല്ലെങ്കിൽ മുഖദ്ദസ്, സീക്രട്ട്, വിശുദ്ധമായ എന്നാണ് ആ പള്ളിയുടെ പേരിന്റെ അർത്ഥം. അവിടെ ഇന്ന് വരെ ഒരൊറ്റ ബിംബവും അവിടെ കുത്തപ്പെട്ടിട്ടില്ല, ഒരു ബിംബവും ആരാധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആ പള്ളിക്ക് മുഖദ്ദസായ പള്ളി എന്ന് പേര് വന്നത്. ഒരു ബിംബം പോലും ഇന്ന് വരെ അവിടെ വെക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മുഖദ്ദസായ പള്ളി. ഈ പള്ളിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് 2 പ്രത്യേകതയാണ്. ഒന്ന്, ആ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദ്യത്തെ ഖിബ്ലയാണ്. 17 മാസക്കാലം അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ, അവർക്ക് പറഞ്ഞോളൂ കേട്ടോ,
പരിശുദ്ധ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത് ആ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. മദീനയിൽ പോകുന്നവർക്കറിയാം മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് അവിടെ. അതൊക്കെ കാണാനും പോകാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ പള്ളിയിൽ പോയിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. പരിശുദ്ധ നബിയെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലെ ആ തിരിച്ചിൽ മാറ്റി ഇവിടുത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച കഅബാലയത്തിലേക്ക് വേണമെങ്കിൽ തിരിഞ്ഞോളി എന്ന് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നത് വരെ നബിയുനാ റസൂലുള്ളാഹി തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു എന്നതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഖിബ്ലയാണ് ബൈത്തുൽ മുഖദ്ദസ്. അതിനാണ് മഖ്ദിസ് എന്ന നമ്മുടെ ആദ്യത്തെ പള്ളി ഖിബ്ല. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ ആ പള്ളി പറയുമ്പോൾ ഇന്ന് അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. അതായത് നമ്മൾ ഒരു തരം തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ അവിടുത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ ഫോട്ടോ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരിക ആ ഗോൾഡൻ കളറിലുള്ള അടിപൊളി മിനാരവും കുബ്ബയൊക്കെ ഉള്ള പള്ളിയാണ്. അത് യഥാർത്ഥ ഡോം ഓഫ് ദി റോക്ക്. സന്ദർഭോചിതത്തിലെ കാര്യങ്ങൾ പറയുകയാണ്. ഈ കൂടാരത്തിന് പറയുന്ന പേരാണ്, അതായത് താഴികക്കുടം. എന്തിന്റെ മുകളിലാണ് അതുള്ളത്? ഡോം ഓഫ് ദി റോക്ക്. റോക്ക് എന്ന് പറഞ്ഞാൽ മിഅ്റാജിന്റെ വേളയിൽ ആ പാറക്ക് പുരമായ സ്ഥലമാണ്. കാരണം മിഅ്റാജ് നടന്നത് അവിടെ നിന്നാണ്. മനസ്സിലായല്ലോ? ആ പള്ളി, ആ പാറ നിന്ന സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കി മർവാൻ ചക്രവർത്തി, അബ്ദുൽ മലിക് ബിൻ മർവാൻ ചക്രവർത്തി. അത് ഉണ്ടാക്കിയതിനു ശേഷം ജോർഡാനിലെ രാജാവ് അദ്ദേഹത്തിന്റെ ലണ്ടനിലുള്ള വീട് വിറ്റിട്ട് 80 കിലോ ഒറിജിനൽ സ്വർണം, 916 ഒറിജിനൽ ക്യാരറ്റ് സ്വർണം കൊണ്ടുവന്നാണ്ട് 80 കിലോ സ്വർണമാണ് ആ മിനാരത്തുമല്ലുള്ളത്. അതായത് ആ സ്വർണ്ണം നമ്മൾ കാണുന്നില്ല ഫോട്ടോയിൽ, അതാണത്. യഥാർത്ഥത്തിൽ ഇതല്ല ബൈത്തുൽ മുഖദ്ദസ് പള്ളി. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതല്ല ബൈത്തുൽ മുഖദ്ദസ് പള്ളി. ബൈത്തുൽ മുഖദ്ദസ് പള്ളി എന്ന് പറയുന്നത് ചെമ്പിന്റെ കളറിലുള്ള, ചെമ്പ് കളർ, കറുത്ത ഒരു ചെമ്പ് കളറിലുള്ള കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര തുടങ്ങിയത്, നബി തങ്ങൾ പോയതും തിരിച്ചു വന്നത്. മനസ്സിലായല്ലോ? ഇത് ഡോം ഓഫ് ദി റോക്ക്, മറ്റേത് ബൈത്തുൽ മുഖദ്ദസ്. അത് മനസ്സിലാക്കണം. അപ്പൊ രണ്ടാമത്തെ പുണ്യം മുസ്ലിങ്ങൾക്ക് ഡോം ഓഫ് ദി റോക്ക്. ബൈത്തുൽ മുഖദ്ദസ് ജെറൂസലമിന്റെ മുസ്ലിങ്ങളുടെ പുണ്യം രണ്ടെണ്ണം. ഒന്ന് ബൈത്തുൽ മുഖദ്ദസ് പള്ളി, രണ്ട് ഡോം ഓഫ് ദി റോക്ക്. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ചർച്ച് ഓഫ് സെപ്പൽക്കർ, SEPULCHRE എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് റെസറക്ഷൻ എന്ന് പറയും. അതായത് കനീസത്തുൽ ഖിയാമ. അവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിലേറ്റിയത് എന്നും, അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം 3 ദിവസം അവിടെ കിടന്നിട്ട് ഈസാ നബിനെ അവിടെ കിടത്തി 3-ാമത്തെ ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയപ്പെടുന്ന ആ സ്ഥലമാണ് ചർച്ച് ഓഫ് സെപ്പൽക്കർ. ചർച്ച് ഓഫ് സെപ്പൽക്കർ എന്ന് പറയും. ഇത് ചരിത്രത്തിൽ വളരെ പ്രധാനമാണ്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും ആദ്യത്തെ, ഏറ്റവും മഹത്തരമായ, ഏറ്റവും പുണ്യകരമായ, നമുക്ക് കഅബ ഉള്ളത് പോലെയാണ് ക്രിസ്ത്യാനികൾക്ക് സെപ്പൽക്കർ പള്ളി. ഈ സെപ്പൽക്കർ പള്ളിയും ഉള്ളത് ജെറൂസലമിലാണ്. മനസ്സിലായല്ലോ? ബഹുമാനപ്പെട്ട പലതവണ അവിടെ പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഈ സെപ്പൽക്കർ പള്ളി ഇതാണ് രണ്ടാമത്തെ പള്ളി, ക്രിസ്ത്യാനികളുടെ മഹത്വം. ഇനി ജൂതന്മാർക്ക് അവിടെ വെയിലിംഗ് വാൾ, WAILING എന്ന് പറഞ്ഞാൽ വിലാപം, കരയാനുള്ള ഒരു മതില്, കരയാനുള്ള മതിൽ എന്ന് പറയാം, വിലാപ മതിൽ എന്ന് പറയും. ഇത് ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇതൊക്കെ നിലകൊള്ളുന്നത് ജെറൂസലമിലാണ്. പറഞ്ഞ മനസ്സിലായി? ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ 3 മതക്കാരുടെയും സെന്റർ പോയിന്റ് ആണ്. അതായത് സെമിറ്റിക് മതങ്ങളിലെ ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം, ഇവരുടെ 3 മതത്തിന്റെയും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പറയപ്പെട്ട സ്ഥലം എന്നതാണ് ഇന്ന് പ്രശ്നം നടക്കുന്ന ഏരിയയുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. എന്നാൽ ഇത് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ കാലത്തും ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്തൊക്കെ 3 മതങ്ങൾക്കും അവിടെ വേണ്ടതൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു എന്നത് ഒരു പരമാർത്ഥമാണ്. ഇന്ന് അത് നടക്കുന്നില്ല. ഇന്ന് അവിടെ പാർക്കാൻ വേണ്ടി ഇടം കൊടുത്തവർ ആ നാട്ടിന്റെ ബന്ദികളായി, അല്ലെങ്കിൽ ആ നാട്ടിലെ തടവുകാരായിട്ട് കഴിയുന്ന ഒരു വല്ലാത്തൊരു വിരോധാഭാസമാണ് കാണുന്നത്. അല്ലാഹു തആല വേഗം ആ മണ്ണിനെ മോചിപ്പിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അല്ലാഹു അത് ഏറ്റവും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രയാസം അല്ലാഹു വേഗം ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. ഇനി ആ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് പരിശുദ്ധ നബിതങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ബൈത്തുൽ മുഖദ്ദസ് ആ പള്ളിയുടെ കറക്റ്റ് സെന്റർ പോയിന്റിലേക്ക് പരിശുദ്ധ നബിനെ കൊണ്ടുവരികയാണ് അല്ലാഹു ജല്ല ജലാലു. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? നോക്കണേ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നു, യാ ജിബ്രീൽ, യാ മീകാഈൽ, യാ ഇസ്രാഫീൽ, യാ ഇസ്രാഈൽ,
ജിബ്രീൽ ഇൻതലിഖൂ ഇലാ റിളവാൻ, നിങ്ങൾ എല്ലാവരും റിളവാന്റെ അരികിലേക്ക് പോകണോ. ആരാണ് റിളവാൻ അലൈഹിസ്സലാം? എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, സ്വർഗം കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്കാണ്. സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കിന്റെ പേരാണ് സയ്യിദുനാ റിളവാൻ. ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം ഉണ്ട്, നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കാണ്. നമുക്ക് രണ്ട് ഭാഗത്ത് ചോദ്യം ചെയ്യാൻ, നമുക്ക് ഖബറിൽ രണ്ട് മലക്കുകൾ ഉണ്ടാകും. മുൻകർ നക്കീർ എന്നാണ് അവരുടെ പേര്. നമുക്ക് നമ്മുടെ രണ്ട് ചുമലുകൾ, രണ്ട് മലക്കുകളുണ്ട്. റഖീബ് അതീദ് ആണെന്ന് അവരുടെ പേര്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഏതായാലും സയ്യിദുനാ റിളവാൻ, ആ റിളവാന്റെ അരികിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ ഓർഡർ വരികയാ. ജിബ്രീൽ പോകുന്നു, മീകായിലിനെയും ഇസ്രാഫീലിനെയും അസ്രായിലിനെയും കൂട്ടി. എന്നിട്ട് അവർ പോകുന്ന പോക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ നോക്കണേ, സ്വർഗത്തിന്റെ വാതിലിക്കൽ പോയി മുട്ടുന്നു. റിളവാനിനോട് സമ്മതം ചോദിക്കുന്നു. റിളവാനേ, ഞങ്ങൾ വന്നത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫാനെ കൊണ്ടുപോകാനാ. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ആരാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്തിന്റെ നായകരായ, ഈ ലോകത്തിന്റെ മണവാളനായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലങ്കരിക്കപ്പെട്ട ബുറാഖ് എന്ന വാഹനം സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റിളവാനിൽ നിന്ന് കൈപ്പറ്റുകയാണ്. അഥവാ ബുറാഖ് എന്ന് പറയുന്ന വാഹനം സുന്ദരമായി പുണ്യ നബിക്ക് വേണ്ടി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് സ്വർഗത്തില്. മാത്രമല്ല, അലങ്കരിക്കപ്പെട്ട താജുൽ കറാമ എന്നൊരു വലിയ കിരീടം മുത്ത് മുസ്തഫാന്റെ തലയിൽ വെക്കാൻ വേണ്ടി സ്വർഗത്തിൽ റിളവാൻ അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ അവിടെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമോ, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെന്ന മണവാളനെ, ഈ ലോകത്തിന്റെ മണവാളനെ, ആഖിറത്തിന്റെ മണവാളനെ, ദുനിയാവിന്റെ മണവാളനെ, പരിശുദ്ധ റസൂലുള്ളാഹിനെ അലങ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണേ, 70 ജോഡി സ്ഥാന വസ്ത്രങ്ങളാ ഉള്ളത്. ഒരു പുതിയ ആപ്പിളക്കും പുതിയണ്ണനും ഏറി വന്നാൽ എത്ര ഡ്രസ് ഉണ്ടാകും നിങ്ങൾ നോക്കണേ. പരിശുദ്ധ റസൂലുള്ളാഹിനെ ആഖിറത്തിന്റെ മണവാളനായി ചമയിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ 70 ജോഡി അലങ്കാര വസ്ത്രങ്ങളാണ് സ്വർഗത്തിൽ അള്ളാഹു ഏർപ്പാട് ചെയ്തു വച്ചിരിക്കുന്നത്. ലോകത്തിന്റെ നായക പരിശുദ്ധ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പരിശുദ്ധ റസൂലുള്ളാഹിനെ അലങ്കരിക്കാൻ 70 ജോഡി ഡ്രസ് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗത്തില്. മാത്രമോ, പുണ്യനബിന്റെ കയ്യിൽ പിടിക്കാൻ, തലയിൽ വെക്കാൻ നേരത്തെ പറഞ്ഞു നമ്മൾ താജുൽ കറാമ കിരീടമുണ്ട്. അവിടുത്തെ ശരീരം അവിടുത്തെ നിലത്ത് വെക്കാൻ വേണ്ടി നേരത്തെ ബുറാഖ് എന്ന വാഹനം പറഞ്ഞു. ഇനി കയ്യിൽ എന്താൻ? ഒരു വലിയ കൊടിയുണ്ട്. ആ കൊടിന്റെ പേര് ലിവാഉൽ ഹംദ് എന്നാണ്. എന്താണ് ഈ ലിവാഉൽ ഹംദ് എന്ന കൊടി? ഈ കൊടിയുടെ നീളം 1000 കൊല്ലത്തിന്റെ വഴി ദൂരമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൊടിക്ക് 3 ഭാഗങ്ങളാണ്. ആദ്യ ഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ നേരെ ചുവടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിന്റെ നേരെ ചുവടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും മുന്തിയ ചുവന്ന മാണിക്യം കൊണ്ടാണ് അതിന്റെ നിർമ്മാണം. അതിന്റെ പിടിയുള്ളത് വെള്ളിയാലാണ്. ഇതാണ് ആ പിടി, ആ ഒരു കൊടിയുടെ പ്രത്യേകത എന്ന് പരിശുദ്ധ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇനി സംഭവിക്കുന്നത്, ഭൂമിയിലേക്ക് ഇവർ ഇറങ്ങി വരികയാ. സ്വർഗത്തിൽ നിന്ന് എല്ലാ സംവിധാനങ്ങളുമായി സുസജ്ജമായ എല്ലാവിധ സംവിധാനങ്ങളും, പരിശുദ്ധ നബിക്കുള്ള ഡ്രസ് ഉണ്ട്, തലയിൽ കെട്ടാനുള്ള ആ തലകെട്ടുണ്ട്, അവിടുത്തെ താജുൽ കറാമ കിരീടമുണ്ട്, കയ്യിൽ പിടിക്കാനുള്ള ലിവാഉൽ ഹംദ് എന്ന് നബിക്ക് കേറിയിരിക്കാനുള്ള ബുറാഖ് എന്ന വാഹനമുണ്ട്. ഇതെല്ലാമായി മലായികത്തീങ്ങൾ ഭൂമിയിൽ അങ്ങ് അവതരിക്കുമ്പോ അവരാകെ അന്തം വിടുകയാണ്. അവരാകെ ഒരു എന്താ പറയുക, സ്റ്റേഷൻ കിട്ടാത്ത പോലെ. സുബ്ഹാനല്ലാഹ്, എവിടെയാണ് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത്? അറിയില്ലല്ലോ. കാരണം എന്തേ? ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അവിടെ ജംഗ്ഷൻ ഇല്ല, കയറ്റമിറക്കമില്ല, പരന്നു കിടക്കുന്ന ഭൂമിയാണ്. എവിടെയാണ് പെരുമണ്ണ? അറിയില്ല. എവിടെയാണ് കേരളം? അറിയില്ല. എവിടെയാണ് തമിഴ്നാട്? അറിയില്ല. എവിടെയാണ് ലണ്ടൻ? എവിടെയാണ് അമേരിക്ക? എവിടെയാണ് ഇറാൻ? എവിടെയാണ് ജോർഡാൻ? എവിടെയാണ് സിറിയ? എവിടെയാണ് ഈജിപ്റ്റ്? എവിടെയാണ് മറ്റ് ലോകരാഷ്ട്രങ്ങൾ? ഒരു പിടുത്തൂല. എവിടെയാണ് മക്ക? എവിടെയാണ് മദീന? എവിടെയാണ് പച്ച കുബ്ബയുണ്ടായിരുന്നത്? അറിയില്ലല്ലോ. സകലതും മാറിയിരിക്കുന്നു. സകലതും ആകപ്പാട്
മുഖച്ചൂടം മാറിയിട്ടുണ്ട്. ഇവിടുന്ന് മനസ്സിലാകുന്നില്ല എവിടെയാണ് ഹബീബ് റസൂലുള്ളാഹിന്റെ ആ ഒരു വിയോഗത്തിന്റെ 3-ാമത്തെ ദിനം പരിശുദ്ധ നബിയുടെ റൗളയുടെ ആ ഒരു സിയാറത്ത് ചെയ്തുകൊണ്ട് അവിടുന്ന് കണ്ണീരിറ്റിപ്പിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ടല്ലോ. ഹബീബ് റസൂലുള്ളാഹിന്റെ റൗളയുടെ മുമ്പിൽ അവിടുത്തെ ആ തിരുമണ്ണ് അവിടുത്തെ ചുംബിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹാ. എന്താണ് ഫാത്തിമ ബീവിക്ക് സങ്കടം കൊണ്ട് പറഞ്ഞത്? എന്തോ ഒരു സങ്കടമാണ്. അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പറയുന്ന കാര്യം നോക്കൂ നിങ്ങൾ. എന്റെ കണ്ണുകൾ എന്റെ സങ്കടങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്റെ ദുഃഖങ്ങൾ എനിക്ക് വല്ലാത്ത ദുഃഖങ്ങളാണ്. എന്റെ സങ്കടങ്ങൾ വല്ലാത്ത സങ്കടങ്ങളാണ്. എനിക്കെങ്ങാനും ഞാൻ അനുഭവിക്കുന്ന സങ്കടം അത് പകലിൽ ഇറക്കി വെച്ചാൽ അത് രാത്രിയാകുമായിരുന്നേനെ എന്ന് പറഞ്ഞ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹ സങ്കടം പറഞ്ഞ് പാടിക്കരഞ്ഞ മദീനയുടെ പച്ചക്കുബ്ബന്റെ ചോട്ടിലുള്ള റൗള ശരീഫ് എവിടെ? ആ ഹുജറത്തു ശരീഫ് എവിടെ? ആ ഹുജറത്തു ശരീഫ് എവിടെ? ആ ഹുജറത്തു ശരീഫ് എവിടെ? ഹബീബ് റസൂലുള്ളാഹിന്റെ ചാര വന്ന് നിന്നുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹിന്റെ ചാര വന്നുകൊണ്ട് പരിശുദ്ധ നബിയേ ഇത് ഉമറാണ്, ഇത് ഉമറാണ് നബിയേ, ഇത് ഉമറാണ്. പരിശുദ്ധ നബി അങ്ങയുടെ ചാരത്ത് വന്ന് നിൽക്കുന്നത് ഫഖീറായ ഉമറാണ്. ഫഖീറായ ഉമർ നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുന്നത് അവിടുത്തെ ജനാബിൽ വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് കരഞ്ഞ ആ വിശുദ്ധ മണ്ണ് എവിടെ? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ നബിയോട് പറഞ്ഞു, ഞാൻ നബിയേ ഒരുപാട് ദൂരെ നിന്ന് സലാമുകൾ ചൊല്ലുന്ന ആളാ. അവിടുന്ന് ആ സമയത്ത് എന്റെ റൂഹ് ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. ഇന്ന് എന്റെ തടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങയുടെ ആ ഒരു ആ ഷറഫാക്കപ്പെട്ട കൈകൾ ഒന്ന് നീട്ടിത്തന്നാലും എന്ന് പറഞ്ഞ മദീനയുടെ മണ്ണെവിടെ? ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരു പിടുത്തം കിട്ടണില്ല. മലായികത്തീങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടണില്ല. ഗംഭീരന്മാരായ മലായികത്തീങ്ങളാണ്. അവരാകെ ബേജാറായി. അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ മുത്ത് മുസ്തഫായെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി സകല സന്നാഹത്തോടുകൂടി ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഭൂമിയെല്ലാം പരത്തപ്പെട്ടത് കൊണ്ട് ഇവിടെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ ആ പ്രിയപ്പെട്ട ശരീരം അടക്കം ചെയ്ത സ്ഥലം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറുപ്രകാശം അവിടെ ഇങ്ങനെ കത്തിക്കുന്നു എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ പ്രകാശം, ഒരു നല്ല മിന്നാമിന്ന് പോലെ നല്ല പ്രകാശം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗള എവിടെയായിരുന്നുവോ ആ പച്ചക്കുബ്ബയ്ക്ക് കീഴിലുള്ള അവിടുത്തെ ഹുജറത്തു ഷരീഫ എവിടെയായിരുന്നുവോ ആ ഹുജറത്തു ഷരീഫിന്റെ നേരെ മുകളിൽ ഇങ്ങനെ ഒരു ബൾബ് ഇങ്ങനെ മിന്നണ പോലെ അല്ലാഹു തആല ഒരു നക്ഷത്രത്തെ പ്രകാശിപ്പിച്ചു എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ.